കായലിൽ നിന്നും കടലിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടാണ് കലാസൃഷ്ടികൾക്ക് ജീവനേകിയത്. കടൽ തീരത്തടിഞ്ഞ ചെരുപ്പുകൾ കൊണ്ടുണ്ടാക്കിയ മത്സ്യം മുതൽ തീരത്ത് നിന്ന് പെറുക്കിയ ബിയർ ബോട്ടിലിൽ തീർത്ത ട്രീ വരെയുണ്ട് കാഴ്ചകൾക്ക് ഭംഗിയേകാൻ. പ്ലാസ്റ്റിക് വേസ്റ്റിൽ ഒരുക്കിയിട്ടുള്ള ബാഗുകൾ പ്ലാനറ്റ് ആർട്ടിൽ വിൽപ്പനക്കായാണ് വെച്ചിരിക്കുന്നത്. പ്ലാനറ്റ് എർത്ത് എന്ന സന്നദ്ധ സംഘടനയാണ് കലാസൃഷ്ടികൾ ഒരുക്കിയ സ്ത്രീകൾക്കുള്ള പിൻബലം. കടലിനെ ആരെങ്കിലുമൊക്കെ സംരക്ഷിക്കണം എന്ന രീതിയിലാണ് പ്ലാനറ്റ് എർത്ത് ഈ രീതിയിലേക്ക് കടന്നത്. റീസൈക്കിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിന് നിസ്സാര വില കിട്ടുള്ളൂ. അപ്പോൾ അതൊരു ആർട്ടാക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും അതിൻ്റെ ഒരു വാല്യൂ കൂടിയാണ്. ഇന്നിപ്പോൾ വേസ്റ്റായിട്ട് കടലിൽ കിടക്കുന്ന ഒരു സാധനം നാളെ മറ്റൊരാളുടെ വീട്ടിലെ സിറ്റിംഗ് റൂമിൽ ഇരിക്കുന്ന ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ ഒരു ആർട്ട് വർക്കായിട്ടാണ് പ്ലാനറ്റ് എർത്ത് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്ലാനറ്റ് എർത്തിൻ്റെ കീഴിൽ 13 മെമ്പേഴ്സുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അവർ തന്നെയാണ് അതിൻ്റെ പിക്ചറൈസേഷൻ നടത്തുന്നത്, വരക്കണത് അവർ തന്നെയാണ്. ഡച്ച് ചിത്രകാരൻ വാൻഗോഗിൻ്റെ ചിത്രങ്ങളാണ് ഉപയോഗശൂന്യമായ പാഴ്വസ്തുക്കളാൽ പുനഃസൃഷ്ടിച്ചത്. കടൽ ഉപേക്ഷിക്കപ്പെട്ട വലയുടെ അവശിഷ്ടങ്ങളും റോപ്പും മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമെല്ലാം ഒരു ക്യാൻവാസിലടുക്കിയപ്പോൾ മനോഹരമായ കലാസൃഷ്ടിയായി. 1 മാസം മുതൽ 3 മാസം വരെ സമയമെടുത്താണ് ഇവ നിർമ്മിച്ചത്. ക്ഷമ വളരെ അത്യാവശ്യമായി ഈ ഒരു പെയിൻറ്റിങ്ങിൽ. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് എലമെൻറ്റ്സ് അല്ല, അബാൻഡൻ ഫിഷിംഗ് നെറ്റും ഫിലമെൻറ്റ്സും റോപ്സും ആണ്. പല മോഡൽ സാധനങ്ങളാണ് നമ്മൾക്ക് ഈ റിക്കവർ ചെയ്ത് പ്ലാസ്റ്റിക്കിൽ നിന്ന് കിട്ടുക. ഓരോന്നും കറക്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യണം. പലതും ചെയ്തിട്ട് പറിച്ച് മാറ്റി കഴിഞ്ഞ് വീണ്ടും ചെയ്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഏറ്റവും സന്തോഷമുള്ള കാര്യം, ഇപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ ആരും മുമ്പ് വർക്ക് ചെയ്തിരുന്ന ആൾക്കാരല്ല, സാധാരണ വീട്ടമ്മമാരാണ്. ലോകത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ തുറന്ന വാതിൽ വെച്ച് കൊടുക്കുന്ന പോലെയാണല്ലോ നമുക്കിപ്പോൾ ഇവിടെ ഒരുപാട് വിദേശികൾ വരുന്നുണ്ട്. അവരൊക്കെ കാണല്ലേ അവരുടെ കഴിവുകൾ. ഫോർട്ട് കൊച്ചി ജയിൽ ഓഫ് ഫ്രീഡം സ്ട്രഗിൾ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുള്ള സ്ത്രീകളുടെ കരവിരുതിൻ്റെ പ്രദർശനം ഡിസംബർ 30 വരെയാണ്. കടലിൽ നിന്ന് ശേഖരിച്ചത് 10 കണക്കിന് പ്ലാസ്റ്റിക്കുകൾ. അവ വളയിട്ട കൈകളിലേക്ക് എത്തിയപ്പോൾ ക്യാൻവാസിൽ തെളിഞ്ഞത് വലിയ ചിത്രങ്ങൾ. ആ ചിത്രങ്ങൾ ഇന്ന് കടൽ കടന്ന് വലിയ പെരുമയുണ്ടാകട്ടെ. നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. എന്ത് ഭംഗിയാണല്ലേ ഓരോ കലാസൃഷ്ടികളും കാണാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെരുപ്പ് കൊണ്ടുണ്ടാക്കിയ മത്സ്യത്തെയാണ്. എന്തായാലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ശ്യാമപ്രസാദ് ഉത്തമൻ തത്സമയം ചേരുന്നുണ്ട്. ശ്യാമ വളരെ മനോഹരമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ കടൽ തീരം അവർ ശുചീകരിച്ചെടുത്തു. രണ്ടാമത്തെ കാര്യം, അതൊരു മറ്റ് സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ ഡംപ് ചെയ്ത് അവിടെ വൃത്തികേടാക്കാതെ പകരം അവർ വളരെ ക്രിയേറ്റീവായൊരു ഐഡിയയോട് കൂടിയിട്ട് അതൊരു കലാസൃഷ്ടിയാക്കി മാറ്റി എന്നുള്ളതാണ്. എല്ലാവർക്കും മാതൃകയാക്കി എടുക്കാമല്ലേ ഇത്? ആലുവ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 16 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആ പ്ലാനറ്റ് എർത്ത്. പ്രകൃതി സംരക്ഷണമാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ദൗത്യം. ഏറ്റവും പുതിയതായി ആരംഭിച്ചൊരു പദ്ധതിയാണ് ഡ്രൈവ് ടു റിക്കവർ ഓഷ്യൻ പ്ലാസ്റ്റിക്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ കടലിൽ നിന്നും കായലിൽ നിന്നൊക്കെ ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾ, അതായതുള്ള വല, കുപ്പി അടക്കമുള്ള റോപ്പ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് കലാസൃഷ്ടികൾ നിർമ്മിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്ന ഏകദേശം 13ഓളം വരുന്ന സ്ത്രീകളാണ്. ആലുവയിലെ വീട്ടമ്മമാരാണ്. സാധാരണ ഗ്രാമത്തിലുള്ള വീട്ടമ്മമാർ അവരുടെ കലാസൃഷ്ടികൾക്ക് കൂടുതൽ മികവ് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാനറ്റ് ആർട്ടും കൂടി ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു കലാപ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിൽ ഒരുക്കിയിരിക്കുന്ന കലാപ്രദർശനത്തിൽ ഡച്ച് ചിത്രകാരനായിട്ടുള്ള വാൻഗോഗിൻ്റെ ചിത്രങ്ങളാണ് കൂടുതലായിട്ടും ഇവർ പുനഃസൃഷ്ടിച്ചിട്ടുള്ളത്. ആ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ വളരെ മനോഹരമായ രീതിയിലുള്ള കലാപ്രവർത്തനങ്ങളാണ് ഈ വീട്ടമ്മമാരുടെ കരവിരുതിയിൽ ഒരുങ്ങിയിട്ടുള്ളത്. വിദേശികളും സ്വദേശികളും അടക്കം ഇതിനോടകം തന്നെ ഈ ചിത്രപ്രദർശനം കാണാനെത്തി. ഡിസംബർ 30 വരെ സൗജന്യമായിട്ടാണ് ഈ ചിത്രപ്രദർശനം അവിടെ ഒരുക്കിയിട്ടുള്ളത്. ഫ്രീഡം സ്ട്രഗിൾ ജയിൽ, ഫോർട്ട് കൊച്ചിയിലെ ഫ്രീഡം ജയിലിലാണ് ഈ ഒരു ചിത്രപ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. ഈ ചിത്രപ്രദർശനം കണ്ട് മടങ്ങുന്ന ആളുകൾ അവിടെ വെച്ചിരിക്കുന്ന ബുക്കിൽ എഴുതിയിരിക്കുന്ന കമൻറ്റുകൾ അതെല്ലാം തന്നെ വിദേശത്തേക്ക് ഉൾപ്പെടെയുള്ള ക്ഷണം പോലും നിലവിൽ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവർ പ്രധാനമായിട്ടും കടലിൽ നിന്നുള്ള ആ പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുന്നത് കടലിലെ മത്സ്യത്തൊഴിലാളികളിൽ നിന്നാണ്. ഈ മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് ഒരു ചാക്കിന് 50 രൂപ നിരക്കിൽ അങ്ങോട്ട് പണം നൽകി അവരിൽ നിന്നും
ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവർ ശേഖരിക്കുന്നു. അങ്ങനെ ഏകദേശം ഒരു മാസം 6000 ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചാണ് ഇത്തരത്തിലുള്ള കലാസൃഷ്ടികൾ നിർമ്മിക്കുന്നത്. ഓരോ സൃഷ്ടി തയ്യാറാക്കാനും മാസങ്ങൾ വേണ്ടിവരും. അതിന് വേണ്ടിയിട്ടുള്ള ക്ഷമ ഉൾപ്പെടെ അവർക്കുണ്ട്. അവർ ഏറെ പണിപ്പെട്ടാണ് ഈ കലാസൃഷ്ടികളെല്ലാം തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നിലവിൽ അവിടെ ഒരുക്കിയിട്ടുള്ള ആ ചിത്രങ്ങൾക്ക് വലിയ മോഹവില തന്നെയാണ് പലരും പറഞ്ഞിരിക്കുന്നതെന്നാണ് നിലവിൽ ഇതിൻ്റെ സംഘാടകർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വീട്ടമ്മമാർക്ക് മികച്ച ഒരു വരുമാനവും അതോടൊപ്പം തന്നെ പ്രകൃതി സംരക്ഷണത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന പദ്ധതികളുമായിട്ട് ഈ പ്ലാനറ്റ് എർത്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കടൽ കടന്ന് അവർക്ക് ഈ ചിത്രങ്ങളുമായിട്ട് പോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.